ഞാൻ രശ്മി, ഇതെൻ്റെ മോൻ അഭിനവ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണാശംസ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ കുറേ സദ്യ സ്റ്റൈൽ റെസിപ്പീസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ശർക്കര വരട്ടി. ഓക്കെ, അപ്പം സദ്യകളിലൊക്കെ നമുക്ക് ശർക്കര വരട്ടി ഇല്ലാതെ പറ്റിയില്ല അല്ലേ? അപ്പം ശർക്കര വരട്ടി നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ് ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട്. ഓണം അതേപോലെ വിഷു അതേപോലെയുള്ള അവസരങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ ശർക്കര വരട്ടി തയ്യാറാക്കാം. ഈ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി മുതൽ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നുമല്ല, മെയിനായിട്ട് വേണ്ടത് ഏത്തക്കായയാണ്, അല്ലെങ്കിൽ നേന്ത്രക്കായ എന്ന് പറയും, പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഏത്തക്കായ കുറച്ചൊരു വീതിയിൽ അരിഞ്ഞെടുക്കണം. കണ്ടല്ലോ, ഇതേപോലെയുള്ള പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പോൾ ഇത് ഞാനൊരു 750 ഗ്രാം ഏത്തക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഒരു 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, ചുക്കും ജീരകവും കൂടെ പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. ശർക്കര വരട്ടിയൊക്കെ ഒരു നാടൻ ഒരു വിഭവമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്ര മതി നമുക്ക് ശർക്കര വരട്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഏത്തക്കായുടെ തൊലി കളയണം. തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഏത്തക്കായ എല്ലാം കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളത്തിലിട്ട് വെക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതേപോലെ എടുത്തിട്ട് തോർത്തണം. ഒരു എന്തെങ്കിലും ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ ടവലോ എന്തെങ്കിലും ടവൽ വെച്ചിട്ടോ ഒന്ന് പുറത്തെ വെള്ളമയമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം ശർക്കര വരട്ടി അരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നടുക്ക് ഇങ്ങനെ ഒരു കീറൽ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ പീസസ് ആക്കി അരിഞ്ഞെടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇതേപോലെ പീസസ് ആക്കി കിട്ടും. നടുവേ ഒരു വെട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാൻ അല്ലെങ്കിൽ ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കായ ഒന്ന് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നല്ല ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് കായ വറുത്തെടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് ഉള്ളൊന്ന് വേവണം. അല്ലെങ്കിൽ നമ്മൾ കായ പെട്ടെന്ന് കരിഞ്ഞു പോവും, പിന്നെ ഉള്ളൊട്ട് വേവത്തുമില്ല. ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 8 മിനിറ്റെങ്കിലും വേണം നമ്മുടെ ഈ കായ നന്നായിട്ട് വേവാനായിട്ട്. നമ്മൾ അരിഞ്ഞിരിക്കുന്നത് കുറച്ച് വീതി കൂട്ടിയല്ലേ, അപ്പം കുറച്ചുകൂടെ സമയം എടുക്കും. സാധാ ഉപ്പേരി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം എടുക്കും നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട്, ഈ കായ ഒന്ന് ഫ്രൈ ചെയ്ത് വരാൻ. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിടണം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് ഉള്ളും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ഉപ്പേരി, ശർക്കര വരട്ടിക്കുള്ള ഉപ്പേരി ഇപ്പം റെഡി ആയിരിക്കുകയാണ്. നല്ല കിലുകില സൗണ്ട് കേൾക്കും, കണ്ടോ? തന്നെ കേൾക്കാം, നല്ല സൗണ്ട് കേൾക്കും. പിന്നെ ഒടിച്ച് നോക്കിയാൽ ഒടിയണം, അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമുക്കത് വറുത്ത് കോരാം. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ ഉപ്പേരി വറുക്കുമ്പോൾ ഉപ്പും മഞ്ഞളും ഒക്കെ കലക്കിയത് ഒഴിക്കുമല്ലോ, അപ്പോൾ ഇതിലങ്ങനെ ചേർക്കുന്നില്ല. നമ്മൾ മഞ്ഞളിട്ടാണ് ഏത്തക്കായ കഴുകിയെടുത്തത്. ഇതിനി കോരി മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റാം. ഞാൻ ഒരു സെറ്റ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഞാൻ അതേപോലെ വറുത്തെടുക്കാൻ പോവാം. രണ്ടാമത്തെ സെറ്റ് കായ അവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ വയൽ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് പാൻ വെച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര നല്ല നൂൽ പരുവത്തിൽ ഉരുക്കിയെടുക്കാം. ഉരുക്കിയതിന് ശേഷം നമ്മൾ അരിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ശർക്കര ഒന്ന് ഉരുകട്ടെ. നമ്മൾ രണ്ടാമത്തെ സെറ്റ് കായ വറുത്തെടുക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും കിളിക്കുന്നതായിട്ട്. പിന്നെ ഓടിച്ച് നോക്കുമ്പോൾ ഓടിയണം, അത്രേ ഉള്ളൂ. വറുത്ത് കോരി മാറ്റാം. മീൻവെയിൽ ഞാൻ ശർക്കര പാവ് കാച്ചി ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് നമുക്കത് നൂൽ പരുവത്തിലാക്കിയെടുക്കണം. ഒരു ഉരുളിയിലേക്ക് ഞാൻ ശർക്കര പാനി മാറ്റിയിട്ടുണ്ട്. ഇതായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വാവട്ടമുള്ളൊരു പാത്രം എടുത്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉരുളി ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല വിസ്താരമുള്ള പാത്രം എടുത്താലും മതി. ഇപ്പം നമ്മുടെ ശർക്കര പാനി അരിച്ചു വെച്ചിരിക്കുകയാണ്.
ഇതിപ്പം നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ഒഴുകി വീഴുന്നുണ്ട്. ഇതല്ല നമ്മുടെ കൺസിസ്റ്റൻസി. നമുക്ക് ഇത്രയുടെ കുറുക്കണം. ഈ പാനി കുറച്ചുകൂടെ ഒന്ന് കുറുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം ഈ പാനി ശർക്കര പാനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തിട്ട് ഒരു നൂൽ പരുവം ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേ രൂപത്തിലിരിക്കണം. നല്ല സ്റ്റിക്കി പരുവത്തിൽ ആക്കിയെടുക്കണം. ഒരു നൂൽ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കായ വറുത്തത് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇതിൽ പരണ്ടിരിക്കണം. എല്ലാം കൂടെ ഒന്ന് കൂടിക്കുഴയും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് വിട്ട് കിട്ടും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചത്, ചുക്ക ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേഗം നന്നായിട്ട് ഇളക്കണം. ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ഇളക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അന്നേരം നമ്മുടെ ശർക്കര വരട്ടി വേഗം വിട്ട് കിട്ടും. നമ്മുടെ അടിപൊളി ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അവസാനം ഇത് വരാൻ പാടാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വിട്ടുവരും. വറുത്ത അരിപ്പൊടി വേണം ചേർക്കാനായിട്ട്. പിന്നെ ശർക്കര പാനി എടുക്കുമ്പോഴത്തേനും ഒരുപാട് ശർക്കര ആവാതിരിക്കാൻ സൂക്ഷിക്കുക. നിങ്ങൾ 1/2 കിലോ ഏത്തയ്ക്ക വറക്കുന്നതെങ്കിൽ 200 ഗ്രാം ശർക്കര മതിയാവും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശർക്കരയുടെ അളവ് ഒന്ന് സൂക്ഷിക്കണം. അപ്പം നമുക്ക് നല്ല ശർക്കര വരട്ടി, അടിപൊളി ശർക്കര വരട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കൂ. നല്ല അടിപൊളി ശർക്കര വരട്ടിയാണ്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റോർ ചെയ്ത് ഗ്ലാസ് ജാറുകളിലാക്കി സ്റ്റോർ ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കി വെക്കാം. അത് നമുക്ക് ഓണത്തിന്, സദ്യകൾക്ക് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ്സ് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പീസ് കാണുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് പോകാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.